ശീർഷകം അവൾ വിടച്ച കത്ത്. ഒരു ചെറിയ കടൽത്തീര ഗ്രാമം. രാവിലെ സൂര്യൻ കടലിനു മുകളിൽ ഉയരുമ്പോൾ ആ ഗ്രാമം സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. ആ ഗ്രാമത്തിലാണ് നീൽ ജീവിച്ചിരുന്നത്. നീൽ ഒരു ശാന്തനായ യുവാവ്. കടൽത്തീരത്ത് ഒരു ചെറിയ ബുക്ക് ഷോപ്പ് അവൻ നടത്തുകയായിരുന്നു. പുസ്തകങ്ങൾ, കാറ്റ്, കടൽ, അതായിരുന്നു അവന്റെ ലോകം. ഒരു ദിവസം രാവിലെ കട തുറക്കുമ്പോൾ വാതിലിനു മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവൻ കണ്ടു. "കട തുറന്നോ?" അവൾ ചോദിച്ചു. നീൽ ചിരിച്ചു. "ഇപ്പോഴാണ് തുറക്കുന്നത്." അവൾ അകത്തു വന്നു. ഷെൽഫുകളിലിരുന്ന പുസ്തകങ്ങളൊന്ന് നോക്കി. അവളുടെ പേര് ലീന. ആ ദിവസം അവളൊരു പുസ്തകം വാങ്ങി. പോകുമ്പോൾ അവൾ പറഞ്ഞു, "ഈ കട എനിക്കിഷ്ടമായി. ഞാൻ വീണ്ടും വരും." അതൊരു സാധാരണ വാക്കായിരുന്നു, പക്ഷെ അത് സത്യമായി. അടുത്ത ദിവസങ്ങളിലും ലീന കടയിൽ വരാൻ തുടങ്ങി. അവൾ പുസ്തകങ്ങൾ വായിച്ചു, നീലിനോട് കഥകളെക്കുറിച്ച് സംസാരിച്ചു. പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി. വൈകുന്നേരങ്ങളിൽ അവർ കടൽ തീരത്ത് നടക്കും. ലീനയ്ക്ക് കടൽ വളരെ ഇഷ്ടം. ഒരു ദിവസം അവൾ നീലിനോട് ചോദിച്ചു, "നിനക്ക് തോന്നുന്നുണ്ടോ ചില ആളുകൾ നമ്മൾ കണ്ടുമുട്ടേണ്ടതായിട്ടാണ് ജീവിതത്തിൽ വരുന്നത് എന്ന്?" നീൽ ചിരിച്ചു. "അതെ, ഇപ്പോഴെനിക്കങ്ങനെ തോന്നുന്നു." അവൾ അവനെ നോക്കി. ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിമിഷത്തിൽ അവരുടെ ഇടയിൽ എന്തോ മാറി. അത് പ്രണയമായിരുന്നു. കാലം കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ഒരു ദിവസം ലീന കടയിൽ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. നീൽ ആശങ്കപ്പെട്ടു. മൂന്നാം ദിവസം രാവിലെ അവൻ കട തുറക്കാനെത്തിയപ്പോൾ വാതിലിന് താഴെ ഒരു കത്ത് കണ്ടു. അത് ലീനയുടെ കത്തായിരുന്നു. അവൻ അത് തുറന്നു. കത്തിലെഴുതിയിരുന്നത്, "നീൽ, നിനക്കൊപ്പം ചിലവഴിച്ച സമയം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനായില്ല. എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു. ഇന്ന് രാവിലെ തന്നെ. നിന്നോട് നേരിട്ട് വിട പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായി അറിയുന്നു. നമ്മൾ വീണ്ടും കാണും. കാരണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാത്രം കഴിയാൻ ജനിച്ചവരല്ല. അവർ തിരികെ വരാൻ തന്നെ ജനിച്ചവരാണ്." കത്ത് വായിച്ചപ്പോൾ നീലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ ചിരിച്ചു. കാരണം അവൻ മനസ്സിലാക്കി, അവൾ പോയതൊരു അവസാനമല്ല, ഒരു വാഗ്ദാനമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം, കടൽ തീരത്ത് സൂര്യാസ്തമയം. ബുക്ക് ഷോപ്പിന്റെ വാതിൽ തുറന്നു. "ഈ കട ഇപ്പോഴും തുറന്നുണ്ടോ?" ഒരു പരിചിത ശബ്ദം ചോദിച്ചു. നീൽ തലയുയർത്തി നോക്കി. അത് ലീനയായിരുന്നു. അവൾ തിരികെ വന്നിരുന്നു. ആ നിമിഷത്തിൽ നീൽ മനസ്സിലാക്കി, സത്യമായ പ്രണയം. ശീർഷകം മഴ നിർത്തിയ ദിവസം. കേരളത്തിലെ ഒരു കോളേജ് ക്യാമ്പസ്. പഴയ മരങ്ങളും ചുവന്ന കെട്ടിടങ്ങളും നിറഞ്ഞ ശാന്തമായ സ്ഥലം. അവിടെ തന്നെയാണ് കാർത്തിക് പഠിച്ചിരുന്നത്. കാർത്തിക് സാധാരണയായി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. കോളേജിന്റെ ലൈബ്രറിയുടെ പുറത്ത് ഉള്ള പഴയ ബെഞ്ച് അവന്റെ പ്രിയപ്പെട്ട സ്ഥലം. ഒരു ദിവസം വൈകുന്നേരം ആകാശം ഇരുണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കാർത്തിക് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ലൈബ്രറിയുടെ വരാന്തയിലേക്ക് ഓടി. അവിടെ ഇതിനകം ഒരാൾ നിൽക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി. അവൾ മുഴുവനായി മഴയിൽ നനഞ്ഞിരുന്നു. പക്ഷെ അവൾ ചിരിക്കുകയായിരുന്നു. "മഴ ഇഷ്ടമാണോ?" കാർത്തിക് ചോദിച്ചു. അവൾ തലകുനിച്ചു. "വളരെ." അവളുടെ പേര് ശ്രേയ. ആ ദിവസം മഴ നിർത്തുന്നതുവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ ചെറിയ പരിചയം ദിവസങ്ങൾക്കകം വലിയ സൗഹൃദമായി മാറി. കോളേജിലെ ക്യാന്റീനിൽ ഒരുമിച്ച് ചായ കുടിക്കൽ, ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പസിലൂടെ നടക്കൽ, ലൈബ്രറിയിൽ ഒരേ ടേബിളിലിരുന്നു പഠിക്കൽ. ശ്രേയ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ കാർത്തിക്കിന്റെ മനസ്സും പ്രകാശിക്കും. ഒരു ദിവസം അവർ കോളേജിന്റെ മേൽക്കൂരയിലിരിക്കുകയായിരുന്നു. സൂര്യാസ്തമയം ആകാശത്തെ ഓറഞ്ച് നിറത്തിൽ നിറച്ചു. ശ്രേയ ചോദിച്ചു, "കാർത്തിക്, നീ എപ്പോഴും ഇത്ര ശാന്തനായ ആളാണോ?" അവൻ ചിരിച്ചു. "മുമ്പങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചു മാറിയിട്ടുണ്ട്." "എന്തുകൊണ്ട്?" കാർത്തിക് അവളെ നോക്കി. "കാരണം എന്റെ ജീവിതത്തിൽ നീ വന്നതുകൊണ്ട്." ആ വാക്കുകൾ കേട്ട് ശ്രേയ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് അവൾ മൃദുവായി പറഞ്ഞു, "കാർത്തിക്, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പുതിയതായി കണ്ടെത്തും.
അത് അവരുടെ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷെ കുറച്ചു മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം ശ്രേയ വളരെ ശാന്തയായി. കാർത്തിക് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൾ പറഞ്ഞു, എന്റെ അച്ഛന് മറ്റൊരു നഗരത്തിലേക്ക് ട്രാൻസ്ഫറായി. എനിക്കുടൻ പോകണം. ആ വാർത്ത കാർത്തിക്കിന്റെ മനസ്സിനെ തകർത്തു. പോകുന്ന ദിവസം വീണ്ടും മഴ പെയ്തു. കോളേജിന്റെ അതേ വരാന്തയിൽ അവർ നിൽക്കുകയായിരുന്നു. ശ്രേയ പറഞ്ഞു, നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ പോയി. മഴ പതുക്കെ നിർത്തി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാർത്തിക് വീണ്ടും ആ കോളേജ് ക്യാമ്പസിലെത്തി, പഴയ ഓർമ്മകൾ കാണാൻ. അവൻ ലൈബ്രറിയുടെ വരാന്തയിൽ നിന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, മഴ ഇപ്പോഴും ഇഷ്ടമാണോ? കാർത്തിക് തിരിഞ്ഞുനോക്കി. അത് ശ്രേയയായിരുന്നു. അവൾ ചിരിച്ചു. ആ നിമിഷത്തിൽ കാർത്തിക് മനസ്സിലാക്കി, കടൽത്തീരത്തിനടുത്തുള്ള ഒരു ശാന്തമായ ഗ്രാമത്തിൽ അനന്തു താമസിച്ചിരുന്നു. അവന്റെ ജീവിതം ലളിതമായിരുന്നു. രാവിലെ കടൽ, പകൽ ജോലി, രാത്രി പുസ്തകങ്ങൾ. വാക്കുകൾ കുറവായിരുന്നു, ചിന്തകൾ കൂടുതലായിരുന്നു. അതേ ഗ്രാമത്തിലേക്ക് അവധിക്കെത്തിയതാണ് ദേവിക. നഗരത്തിലെ തിരക്കിൽ നിന്നകന്ന് മനസ്സ് ശാന്തമാക്കാൻ വന്നൊരു പെൺകുട്ടി. അവൾ ആദ്യമായി അനന്തുവിനെ കണ്ടത് കടൽ തീരത്ത്. അവൻ കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ദേവികയ്ക്കെന്തോ ചോദിക്കണമെന്ന തോന്നൽ. ഇവിടെ എല്ലായ്പ്പോഴും ഇത്രയും ശാന്തമാണോ? അവൾ ചോദിച്ചു. അനന്തു ചിരിച്ചു. കടൽ പോലെ, ചില ദിവസങ്ങൾ മാത്രം. ആ സംഭാഷണം അവർക്കിടയിലെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൈകുന്നേരങ്ങളിൽ കടൽ തീരത്ത് നടക്കൽ, ചായക്കടയിലെ ചെറിയ ചർച്ചകൾ, ജീവിതത്തെക്കുറിച്ചുള്ള നീണ്ട മൗനങ്ങൾ. ദേവിക പറഞ്ഞു, നഗരത്തിൽ ശബ്ദങ്ങൾ മാത്രമേയുള്ളൂ, ഇവിടെ മൗനത്തിനും അർത്ഥമുണ്ട്. അനന്തുവിന് ആ വാക്കുകൾ ഏറെ ഇഷ്ടപ്പെട്ടു. അവൻ പതുക്കെ അവളോടടുത്തു. പക്ഷെ പ്രണയം തുറന്നു പറയാൻ ധൈര്യം വന്നില്ല. ഒരു ദിവസം ദേവിക പറഞ്ഞു, അവധിക്കാലം തീരുന്നു, ഞാൻ തിരിച്ചു പോകണം. അനന്തുവിന്റെ ഹൃദയം ഭാരം നിറഞ്ഞു. പക്ഷെ അവനൊന്നും പറഞ്ഞുമില്ല. അവൾ പോയി. ഗ്രാമം വീണ്ടും ശാന്തമായി. പക്ഷെ അനന്തുവിന്റെ മനസ്സ് അങ്ങനെയായിരുന്നില്ല. മാസങ്ങൾ കടന്നു. കടൽ അതേപോലെ, ചായക്കട അതേപോലെ. പക്ഷെ ദേവികയില്ല. ഒരു ദിവസം ഒരു കത്തെത്തി. നീ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ നിന്റെ മൗനത്തിൽ എല്ലാം വായിച്ചു. ചില പ്രണയങ്ങൾ കാത്തിരിപ്പായിരിക്കും. അനന്തുവിന്റെ കണ്ണുകൾ നനഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗ്രാമത്തിലെ ഒരു ചെറിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം. ജനക്കൂട്ടത്തിനിടയിൽ ദേവിക. അവൾ ചിരിച്ചു. അനന്തുവിന്റെ മുന്നിൽ വന്നു. ഇനിയും കാത്തിരിക്കണോ? അവൾ ചോദിച്ചു. അനന്തു ആദ്യമായി ധൈര്യം കണ്ടെത്തി. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിൽ ഇനി ജീവിതം മുഴുവൻ കൂടെ നടക്കാം. കടൽ ശബ്ദിച്ചു. മൗനം പുഞ്ചിരിയായി. കാത്തിരിപ്പ് പ്രണയമായി മാറി.